മാത്സ് നമ്മൾ NCERT മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് ലഭിക്കും? ഏത് ബുക്കിൽ നിന്നാണ് മാത്സിന് കഴിഞ്ഞ കൊല്ലം എക്സാമിന് കൂടുതൽ ചോദിച്ചത്? ബോർഡ് എക്സാമിന് നമുക്ക് കേസ് സ്റ്റഡി പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് CBSE ബോർഡ് എക്സാമിന് നല്ല മാർക്ക് കിട്ടുക? ഒറ്റ കാര്യമേ ഉള്ളൂ. ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടി ഇനി ചുരുങ്ങിയ ദിവസം മാത്രമാണ് ബാക്കിയുള്ളൂ. എല്ലാ വിദ്യാർത്ഥികളും അതിഗംഭീരമായിട്ടാണ് ഈ നിമിഷം ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൈലന്റ് നിങ്ങൾ പ്രിപ്പറേഷൻ അതിഗംഭീരമായിട്ടാണ് സപ്പോർട്ട് ചെയ്ത് 10 ഡേ സ്റ്റഡി ചലഞ്ച് ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മൾ 10 ഡേ സ്റ്റഡി ചലഞ്ച് 10 ദിവസം കൊണ്ട് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് ആവശ്യമുള്ള എല്ലാ കോണ്ടന്റ്സും എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീല് ചെയ്യുന്നത് ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ സ്കൂൾസിലും മോഡൽ എക്സാം കഴിഞ്ഞു. ചുരുങ്ങിയ സ്കൂൾസിൽ മാത്രമാണ് നമുക്ക് ഇനി മോഡൽ എക്സാം കഴിയാൻ വേണ്ടി ബാക്കിയുള്ളൂ. ആ സ്കൂൾസും എല്ലാം തന്നെ പെട്ടെന്ന് കഴിഞ്ഞ് എല്ലാവരും തന്നെ സ്റ്റഡി ലീവിലേക്ക് പോയി. ബാക്കിയുള്ള എല്ലാ ദിവസവും അതിഗംഭീരമായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ നിങ്ങൾ സ്വപ്നമായിട്ടുള്ള ഫുൾ A1 എത്താൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഈ കാണുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊന്നുമല്ല, മാത്സ് നമ്മൾ NCERT മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് ലഭിക്കും? ഒരു വലിയ ചോദ്യമാണ്. മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്താണ്, മാത്സ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് കൂടുതൽ വരുന്നത് എന്ന് മുതലായ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരിക്കും. കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഏറ്റവും അധികം ഡിഫിക്കൽട്ട് ആയ സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. ബട്ട് യു നോ, നമ്മൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. സോ ദി ക്വസ്റ്റ്യൻ അറൈസസ് ഹൗ, എങ്ങനെയാണ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക? ഈ പറയുന്ന ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെയാണ് മാത്സ് സിലബസ് കംപ്ലീറ്റ് പഠിച്ച് നമുക്ക് അതിഗംഭീരമായിട്ടുള്ള മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക? ഫുൾ A1 എത്തണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മാത്സിലും A1 വേണം. മാത്സിൽ A1 വേണമെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? എങ്ങനെയാണ് 2023 CBSE 2023 CBSE ബോർഡ് എക്സാമിന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ? ഏത് ബുക്കിൽ നിന്നാണ് മാത്സിന് കഴിഞ്ഞ കൊല്ലം എക്സാമിന് കൂടുതൽ ചോദിച്ചത് മുതലായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഡിസ്കസ് ചെയ്താണ്. ഞാൻ പേജ് നമ്പർ ഉൾപ്പെടെ പറയും. ആ കാണുന്ന പേജ് നമ്പർ ഉൾപ്പെടെതാണ് എല്ലാവരും നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ മൂവ് ഓൺ. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല, CBSE ബോർഡ് എക്സാം പാറ്റേൺ ആണ്. മാത്സിന്റെ ബോർഡ് എക്സാം പാറ്റേൺ ആണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്ക് ഉണ്ട്, 3 മാർക്ക് ഉണ്ട്, 5 മാർക്ക് ഉണ്ട് ആൻഡ് 4 മാർക്ക് ഉണ്ട്. ഓഫ് എന്ത് 4 5 തിരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞില്ല. 1 മാർക്ക് എന്ന് പറയുന്നത് MCQ ആണ്, MCQs ആൻഡ് വി ഹാവ് 20 MCQs. 20 MCQ ആണ് നമുക്ക് എന്ത് ബോർഡ് എക്സാമിന് ഉണ്ടാവുക. മൊത്തം 20 MCQs. 2 മാർക്ക് വരുമ്പോൾ വെരി ഷോർട്ട് ആൻസർ and we have totally of 5 questions which carries 10 marks. Okay, മൊത്തം എന്താണ് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മുടെ സെക്ഷൻ B എന്ന് പറയുന്ന വെരി ഷോർട്ട് ആൻസറിനകത്ത്. ഒരു ക്വസ്റ്റ്യന് 5 മാർക്ക് വെച്ച് മൊത്തം 10 മാർക്ക്. ഞാൻ വേണമെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ എഴുതാം. ഓക്കെ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതാണ് പറഞ്ഞ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആക്കാം. Yes, that's it. Totally have 5 number of questions. And സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ ഷോർട്ട് ആൻസർ ടൈപ്പ് നമ്മൾക്ക് മൊത്തമായിട്ടുള്ളത് 6 ഷോർട്ട് ആൻസേഴ്സ്. സോ ടോട്ടലി ഓഫ് 18 മാർക്സ് ആണ് നമുക്ക് എന്ത് ഷോർട്ട് ആൻസർ എന്ന് പറയുന്ന സെക്ഷൻ സിയിൽ വരുന്നത്. ആൻഡ് സെക്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ അത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ ഡി കൺസിസ്റ്റ് ഓഫ് ഈച്ച് ക്വസ്റ്റ്യൻസ് കൺസിസ്റ്റ് ഓഫ് 5 മാർക്സ്. 5 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് യു നോ, അവിടുത്തെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 5 മാർക്ക് എല്ലാം വരുന്നത് ഒറ്റ ബുക്കിൽ നിന്നാണ്. ഒരു ബുക്കിൽ നിന്ന് മാത്രമാണ് നമുക്ക് എന്ത് ഈ പറയുന്ന 5 മാർക്കിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. ആ കാണുന്ന ബുക്ക് ഏതാ അറിയണ്ടേ? പിടിച്ചോ, പൂരും കേട്ടോ. അപ്പോൾ ഈ പറയുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ലോങ് ആൻസർ ടൈപ്പ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടോട്ടലി ഓഫ് 4 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 20 മാർക്സ്. അവസാനമായിട്ട് ഈ പറയുന്ന ഭാഗത്ത് വരുന്നു നമ്മുടെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് CBQs and it contains 12 marks. മൊത്തം 3 ക്വസ്റ്റ്യൻസ് 12 മാർക്ക്. സോ പറയുമ്പോൾ 20 10 18 20 12 ടോട്ടൽ ഓഫ് 80 മാർക്സ് ക്വസ്റ്റ്യൻ പേപ്പർ. 80 മാർക്കാണ് CBSE ബോർഡ് എക്സാമിന്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഈ പറയുന്ന 80 മാർക്കിൽ നമ്മൾ സെക്ഷൻ എയും സെക്ഷൻ ഇയും ഒഴിവാക്കി. അതായത് MCQവും കേസ് സ്റ്റഡിയും ഒഴിവാക്കി. MCQന് വേണ്ടി നിങ്ങൾക്ക് ടോപ്പ് 100 MCQ ഉണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും നമ്മൾ മാത്സിന്റെ ആദ്യ ടോപ്പ് 100 MCQ കഴിഞ്ഞു. ഇനി ബാക്കിയൊരു 100 ബാക്കിയുണ്ട്. മൊത്തം 200 MCQ ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുന്ന ക്ലാസ്സിനകത്ത്. ഓക്കെ, അതുപോലെ തന്നെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 30 കേസ് സ്റ്റഡി. എണ്ണം പറഞ്ഞ 30 കേസ് സ്റ്റഡിയാണ് നമ്മൾ ഈ വരുന്ന
വ്യാഴാഴ്ച നിങ്ങൾക്ക് വേണ്ടി തേഴ്സ്ഡേ നിങ്ങൾക്ക് വേണ്ടി ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ പറയുന്ന 30 കേസ് സ്റ്റഡി പഠിച്ചാൽ തന്നെ ബോർഡ് എക്സാമിന് വരുന്ന ഏത് കേസ് സ്റ്റഡിയും വളരെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ബോർഡ് എക്സാമിന് നമുക്ക് കേസ് സ്റ്റഡി പ്രഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്ററിലാണ് കേസ് സ്റ്റഡി ഉണ്ടാവുക എന്ന് വളരെ സുഖമായിട്ട് പ്രഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റും. ആ കാണുന്ന പ്രഡിക്ഷൻ ഉൾപ്പെടെയാണ് നമ്മൾ ഈ വരുന്ന തേഴ്സ്ഡേ ക്ലാസ് ഉണ്ടാവുക. 30 കേസ് സ്റ്റഡീസ് മക്കളെ. 30 കേസ് സ്റ്റഡി മീൻസ് 30 into 4. ഒരു കേസ് സ്റ്റഡിയിൽ 4 questions. So 30 into 4 which means 120 questions. നോക്കൂ, ഒരു ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 120 questions. എങ്ങനെയാണ് CBSE ബോർഡ് എക്സാമിൽ നല്ല മാർക്ക് കിട്ടുക? ഒറ്റ കാര്യമേ ഉള്ളൂ. We want to see more questions. കുറെ ക്വസ്റ്റ്യൻസ് കാണണം. ക്വസ്റ്റ്യൻസ് കണ്ട് നമ്മുടെ പേടി പോണം. പേടി എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഭയപ്പെടമാട്ടെ, ഭയം ഉണ്ടാവില്ല നമുക്ക്. അതിനുവേണ്ടി ക്വസ്റ്റ്യൻസ് കാണണം. ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന സെയിം പാറ്റേണിൽ, ഈ കാണുന്ന സെയിം ടൈപ്പിലുള്ള ചോദ്യമായിരിക്കും CBSE ക്ലാസ് 10 ബോർഡ് എക്സാമിൽ ഉണ്ടാവുക. സോ ഏത് ചോദ്യം വന്നാലും നമ്മൾക്ക് ഒരു പേടുണ്ടാവില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നു. നമുക്ക് സെക്ഷൻ BCD കൃത്യമായിട്ട് പരിശോധിക്കാം എങ്ങനെയാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണും. ഓക്കെ, മൂവിങ് ഓൺ ടു സെക്ഷൻ B. ഞാൻ സെക്ഷൻ A സ്കിപ്പ് ചെയ്തു, കാരണം സെക്ഷൻ Aക്കും സെക്ഷൻ Eക്കും വേണ്ടി നമ്മൾ സ്പെഷ്യൽ ലൈവ്സ് ഉണ്ട്. അപ്പോൾ സെക്ഷൻ BCDക്കും ഉണ്ട്. BCDക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന സൂപ്പർ 50 മോസ്റ്റ് ഇമ്പോർട്ടന്റ് 50 ക്വസ്റ്റ്യൻസുമായിട്ട് ഇന്ന് വൈകുന്നേരം ലൈവിൽ വരുന്നുണ്ട്. അത് വേറൊന്നല്ല, അത് ഈ പറയുന്ന സെക്ഷൻ BCD ഡീൽ ചെയ്യാൻ വേണ്ടത്. എന്നാൽ തന്നെ നിങ്ങൾ അറിയണം എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ. 21st ക്വസ്റ്റ്യൻ, സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Prove that 2 plus root 3 is an irrational number given that root 3 is rational. മക്കളെ, നിങ്ങൾ NCERT ബുക്ക് എടുക്കുക. NCERT ബുക്കിലെ റിയൽ നമ്പേഴ്സ് ചാപ്റ്റർ എടുക്കുക. റിയൽ നമ്പേഴ്സിലെ 4ാമത്തെ പേജ് എടുക്കുക. 4ാമത്തെ പേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ ടൈപ്പ് 2 plus root 3 അല്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 minus 5 root 3 അങ്ങനെ ചോദ്യമാണ്. ഇതേ ടൈപ്പ് ചോദ്യം. അതായത് നിങ്ങൾ ഈ കാണുന്ന ക്വസ്റ്റ്യന് ഉത്തരം ആൻസർ എന്താണോ എഴുതേണ്ടത് അത് തന്നെയാണ് NCERT ബുക്കിലെ എക്സാമ്പിളിനകത്തുള്ളത്. ആലോചിക്കാം, അത് തന്നെ സെയിം ക്വസ്റ്റ്യൻ, ഒരു മാറ്റവും അത്രമേൽ സിമ്പിൾ ആയ ചോദ്യം. 2 മാർക്കിന്. ഈ 2 മാർക്ക് എല്ലാവർക്കും വളരെ 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 സുഖമായിട്ട് ലഭിക്കുന്ന മാർക്കാണ്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ, 22nd A പാർട്ടിലേക്ക് വന്നു. A പാർട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും നോക്കാം. ഇവിടെ നമുക്ക് എന്താണ് cot 45, sec 60, sin 60 എല്ലാത്തിനും വാല്യൂസ് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് എന്താണ് P കിട്ടും. സിമ്പിൾ. പക്ഷേ ഇതിലെ B പാർട്ട് അത് എളുപ്പമല്ല, അത് ഈസി അല്ല, അത് NCERT ബുക്കിലും ഇല്ല. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ A പാർട്ട് NCERT ബുക്കിലുണ്ട്, പക്ഷെ B പാർട്ട് NCERT ബുക്കില്ല. A പാർട്ട് NCERT ബുക്ക് മീൻസ് സെയിം ടൈപ്പ് ആണ്, ഒരിക്കലും ഡിറ്റോ ക്വസ്റ്റ്യൻ അല്ല. നമുക്ക് ഈ കാണുന്ന വാല്യൂസ് അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആൻസർ കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷേ B ക്വസ്റ്റ്യൻ ഇല്ല. ഈ കാണുന്ന B ക്വസ്റ്റ്യൻ എവിടെ കിട്ടും? നമ്മുടെ ലൈവിൽ. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ചോദ്യം. ഈ ചോദ്യം ബോർഡ് എക്സാമിന് വന്നു കണ്ടോ. നമ്മൾ ലാസ്റ്റ് ഇയർ ഡിസ്കസ് ചെയ്ത, പണ്ട് മുതൽ തന്നെ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യമാണ് ഞാൻ. ഈ ചോദ്യം എക്സാമിന് വന്നു. അപ്പൊ ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് സൈലത്തിനകത്തുള്ള ഓരോ ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് CBSE ക്ലാസ് 10 ബോർഡ് എക്സാമിനും വന്നുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് വൺ, 23rd ക്വസ്റ്റ്യൻ. നിങ്ങൾ NCERT ബുക്ക് എടുക്കുക. അതിനകത്ത് കോർഡിനേറ്റ് ജോമെട്രി ഉണ്ട്. കോർഡിനേറ്റ് ജോമെട്രിക്കകത്ത് ഒരു എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിളിനകത്ത് 3 കോർഡിനേറ്റ്സ് ഉണ്ട്. ആ കാണുന്ന ട്രയാങ്കിൾ ഏതാണ്? ചോദ്യം, ഈ ട്രയാങ്കിൾ ഏതാണ്? അതിൽ ലഭിക്കുന്ന ഉത്തരം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെയാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾ. ആ ക്വസ്റ്റ്യൻ, ആ കാണുന്ന എക്സാമ്പിൾ നമ്മൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും. യാതൊരു മാറ്റമില്ല. കോർഡിനേറ്റ്സ് മാറ്റമുണ്ട്, ശരിയാണ്. പക്ഷേ ആ ഒരു ലോജിക്, ആ ഒരു എക്സാമ്പിൾ ലോജിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവനെയും ആൻസർ ചെയ്യാൻ പറ്റും. മൂവിങ് ഓൺ നെക്സ്റ്റ് വൺ, ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ്. മക്കളെ, ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് എല്ലാം തന്നെ സെയിം ആയിട്ട് പോലെ വരുന്ന ചോദ്യമാണ്. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിൽ ഇത് ഡിറ്റോ ക്വസ്റ്റ്യൻ പറയുന്നില്ല, എന്നാൽ തന്നെയും നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ കണ്ട് പ്രാക്ടീസ് വേണം. അതിനാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സീരീസുകളായിട്ടുള്ള PYQ പോലത്തെ സീരീസുകളായിട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. മൂവിങ് ഓൺ നെക്സ്റ്റ് വൺ, 25th വൺ, സർക്കിൾസ്. സർക്കിൾസ് കേൾക്കുമ്പോൾ എല്ലാവർക്കും എന്താണ് ഒരു പേടിയാണ്. ഓ, ഇത് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ സൂം ചെയ്യാം. ഓക്കെ, ഐ വിൽ സൂം ഇറ്റ്. സർക്കിൾസ് നോക്കൂ. ഓക്കെ, സർക്കിൾസ് നോക്ക് എല്ലാവരും. ഈ പറയുന്ന സർക്കിളിന്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ
എല്ലാം ആലോചിക്കാൻ അത്രേ ഉള്ളൂ. സർക്കിൾസ് കാണുമ്പോൾ നമ്മൾക്ക് NCERT ബുക്കിലുള്ള ചോദ്യം ഇങ്ങനെയാണ്. ഈ പറയുന്ന ആംഗിൾ ഗിവൺ ആണ്. ഐ തിങ്ക് ഇറ്റ്സ് 110. എന്റെ ഓപ്ഷൻ ശരിയാണെങ്കിൽ 110 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ആ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത്? MCQ ആണ്. സർക്കിൾസിലെ സെക്കൻഡ് എക്സസൈസ് അതിനകത്തുള്ള MCQ ആണ് ഞാൻ പറയുന്നത്. ആ MCQ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. കേട്ടോ, 2 മാർക്സ് ആൻഡ് 2 മാർക്സ്. സിമ്പിൾ ആയിട്ട് ലഭിക്കുന്ന 2 മാർക്കാണ് ഞാൻ ഇപ്പോൾ തന്നെ സംസാരിച്ചത്. സോ ഇങ്ങനെ നമ്മുടെ NCERT ബുക്കിനകത്തുള്ള ചോദ്യങ്ങളാണ് സെക്ഷൻ ബിനകത്ത് കംപ്ലീറ്റ് വന്നത്. ഒന്ന് മാത്രമാണെന്ത് മാറി വന്നത്. പക്ഷെ എന്താണ്, അതിന് ഓർ പാർട്ടും ഉണ്ടായിരുന്നു. നമുക്ക് എന്താണ് അതിന് കൃത്യമായിട്ട് എന്താണ് ഓർ പാർട്ടും കാണാൻ വേണ്ടി സാധ്യത. ഇത് മാത്രമാണ് നമുക്ക് എന്ത് മാറി വന്ന ക്വസ്റ്റ്യൻ. ഇവൻ പക്ഷെ എന്തായിരുന്നു, ഇവന് ഒരു ഓർ പാർട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണ് പേടി വേണ്ട. ഫുൾ മാർക്ക് 10ൽ 10 മാർക്ക് നമുക്ക് എന്താണ് ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ലഭിക്കുമായിരുന്നു. നിങ്ങൾ NCERT ബുക്ക് തറോ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. Moving on to next one. Next section, it's section C. Section C-യിലേക്ക് പോകുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, LCM അറിയാം, HCF കണ്ടുപിടിക്കാം. Find HCF. Okay. Find by prime factorization the LCM of the numbers. രണ്ട് നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കാം. Hence find HCF. NCERT ബുക്കിൽ തിരിച്ചാ find HCF of 2 numbers and find LCM. Hence find LCM. ഇതാണ് NCERT ബുക്കിൽ ചോദ്യം. മക്കളെ അതേ കോൺസെപ്റ്റ് അതേപോലെ തന്നെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണെന്ത് ഇവിടെ വരുന്നത്. അതായത് ഇവന് നമുക്ക് എന്താണ് വളരെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. NCERT ബുക്കിലെ ഞാൻ പറയുന്നു ഡിറ്റോ ക്വസ്റ്റ്യൻ പോലെ തന്നെ വരുന്നൊരു ചോദ്യമാണ് ഈ പറയുന്നത്. ഇതിന്റെ ബി പാർട്ട് അതിനകത്ത് ഇതിലെന്താ 3 bells ring at an interval of 6, 12, 18. കഴിഞ്ഞ കൊല്ലം ക്ലാസ്സിനകത്ത് വർക്ക്ഔട്ട് ചെയ്ത അതേ ചോദ്യമാണ് ഈ പറയുന്നത്. അത് ഇവനായിക്കോട്ടെ ഏതുമായിക്കോട്ടെ ഓൾമോസ്റ്റ് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് നമ്മൾ ലാസ്റ്റ് ഇയർ ഏതൊക്കെ പ്രോബ്ലമാണ് ചെയ്ത് അതുപോലെ തന്നെ അതേ ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ ബോർഡ് എക്സാമിനും വന്നത്. ഇക്കൊല്ലു അങ്ങനെ തന്നെ ഇരിക്കും, മാറ്റം ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ പാറ്റേൺ നമ്മൾ എടുക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് CBSE ബോർഡ് എക്സാമിന്റെ സെയിം പാറ്റേൺ ആണ്. ആ കാണുന്ന പാറ്റേണിൽ മാത്രമാണ് CBSE എക്സാംസിന് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ NCERT ബുക്കിനകത്ത് എന്റെ ഓർമ്മ ഒരാൾ ഓടുന്നു, ഒരു റൗണ്ട് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഉപയോഗിക്കുന്ന സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെയും, മാറ്റമില്ല, സെയിം കോൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ, ഈ ചോദ്യം വളരെ രസകരമാണ്. ഈ NCERT ബുക്കിൽ ട്രിഗണോമെട്രി ചാപ്റ്റർ അതിനകത്ത് ലാസ്റ്റ് എക്സസൈസിൽ ചോദ്യമുണ്ട്. എക്സസൈസിലാണ് കോസിക് തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു സീക് തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു കോസിക് തീറ്റ മൈനസ് സൈൻ തീറ്റ ഈക്വൽ ടു 1/tan തീറ്റ പ്ലസ് കോട്ട് തീറ്റ. അവിടെ എ ആണ് ക്വസ്റ്റ്യൻ. എ അതായത് CK മൈനസ് കോസ് ഇൻറ്റു കൊസികെ മൈനസ് സൈനെ ഈക്വൽ ടു 1/tan പ്ലസ് കോട്ട്. ഇതാണ് നമ്മുടെ NCERT ബുക്കിലെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ. NCERT ബുക്കിൽ ക്വസ്റ്റ്യൻ പറയുന്നത് NCERT ബുക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാം ആലോചിക്കാം, ഈ കാണുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് NCERT ബുക്കിൽ. ഇവിടെ എന്താ, ഇവിടെ 1/cos ആക്കി. NCERT എന്തായിരുന്നു, NCERT CK. നമുക്കറിയാം CK ഇറ്റ് ഈസ് സെയിം ആസ് 1/cos. സെയിം ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. വൺ തിങ്, ആ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. എന്താ കാരണം, ആ ക്വസ്റ്റ്യൻ നമ്മൾ CKനെ 1/cos ആക്കി മാറ്റണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരുന്നു. അത് ഒരു ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ മാറ്റേണ്ട കാര്യമുണ്ട്, പിന്നെ മാറ്റേണ്ട കാര്യമില്ല. പിന്നെന്താ, വളരെ സുഖമായിട്ട് നമുക്ക് എന്താണ് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ചോദ്യമായിട്ട് ഇവൻ മാറിക്കഴിഞ്ഞു. നെക്സ്റ്റ് വൺ എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് മക്കളെ മറ്റൊന്നുമല്ല, അത് ഒരു പോയിന്റ് ഉണ്ട്. ഇഫ് 0, 1 1 സെക്കൻഡ് അയ്യോ തിരിഞ്ഞു കളിക്കല്ല മോനെ. എന്ത് പറ്റി? പോയിന്റ്സ് ഉണ്ട്. Q01 is equidistant from 2 points. 2 പോയിന്റ്സിനോട് ഇക്വിഡിസ്റ്റന്റ് ആണ് നമുക്ക് ഒരു പോയിന്റ് Q എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ് ക്വസ്റ്റ്യൻ. ഇതേ ടൈപ്പ് NCERT ഉണ്ട്. സോ സെക്ഷൻ സിയിൽ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സുഖമായിട്ട് നമുക്ക് എന്താണ് NCERT ബുക്കിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതായത് നിങ്ങൾ പോയിട്ട് NCERT കോർഡിനേറ്റ് ജോമെട്രിയുടെ എക്സസൈസ് ഒക്കെ ആണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും, വാല്യൂസ് പോലും മാറാതെ, എങ്ങനെ വാല്യൂസ് പോലും മാറാതെയാണ് ഈ ചോദ്യം എക്സാമിന് ചോദിച്ചിരുന്നത്. വാല്യൂസ് പോലും മാറാതെ. അവിടെ Q01 ഇവിടെയും Q01, അവിടെ P5-3 ഇവിടെയും P-5.
ഇങ്ങനെയാണ് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ പോകുമ്പോൾ ഏരിയ റിലേറ്റഡ് സർക്കിൾസ് ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ വരുന്നത്. NCERT ബുക്കിനകത്തുള്ള അതേ ചോദ്യം അതാണെന്ത് ഇവിടെയും വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ചോദ്യം പറയുമ്പോൾ കൃത്യമായിട്ട് NCERT ബുക്കിനകത്തുനിന്ന് വരുന്ന ചോദ്യമായിട്ടാണ് നമുക്ക് എന്ത് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. മനസ്സിലായോ? മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ നെക്സ്റ്റ് വൺ കുറച്ച് മാറ്റമുണ്ട്, ശ്രദ്ധിക്കണം എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് NCERT ബുക്കിലില്ല. അതായത് നിങ്ങളുടെ ഈ 4 മാർക്ക് എന്തായാലും നഷ്ടപ്പെടുമായിരുന്നു ഇഫ് യു ഓൺലി സ്റ്റഡി NCERT. ഷോർട്ട് 4 മാർക്കും. കാരണം ഈ ടൈപ്പ് ചോദ്യം NCERT ഇല്ല. ഇത് പറയും വേണമെങ്കിൽ കോഎഫിഷ്യന്റ് ഈക്വൽ ആക്കാൻ ചെയ്യാമെന്ന് പറയും. പക്ഷെ അങ്ങനെ ആൻസർ ലഭിക്കും, പക്ഷെ ഈസി അല്ല. ഈസി വേ ഉണ്ട്. ഈ പറയുന്ന 2 ഇക്വേഷൻ നമ്മൾ എന്താണ് ആഡ് ചെയ്യുക, ഈ കാണുന്ന 2 ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. ആ കാണുന്ന മെത്തേഡ് NCERT ബുക്കിൽ പറയുന്നില്ല, പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാം. ഈ ടൈപ്പ് ചോദ്യം നമ്മൾ കഴിഞ്ഞ കൊല്ലം CBSE ക്ലാസ്സുകൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തതാണ്. ആ കാണുന്ന ടൈപ്പുള്ള ചോദ്യം തന്നെ എക്സാമിന് വരിക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് മക്കളെ സൈലന്റ് ക്ലാസ്സസിന്റെ പ്രത്യേകത. മൂവിങ് ഓൺ. ഈ ടൈപ്പ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഒരുപാട് തവണ ഞാൻ തന്നെ ക്ലാസ്സിനകത്ത് വർക്ക്ഔട്ട് ചെയ്ത ഈ കാണുന്ന ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇതേ ടൈപ്പിലുള്ള ഇതേ പാറ്റേണിൽ വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ, ഇൻഫൈൻമെന്റ് സൊല്യൂഷൻ, യൂണിക് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ എന്ന് പറയുന്ന എല്ലാം തന്നെ അതിഗംഭീരമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് കാണുന്ന ഒരു കുട്ടിക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാവരും എന്തായാലും ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ പറയുന്നത്. ഇഫ് യു വാച്ച് സൈലം, നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ടത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ പറയുന്നത്. മൂവിങ് ഓൺ നെക്സ്റ്റ് വൺ. നമുക്ക് എന്താണ് ഇപ്പോൾ 31st ക്വസ്റ്റ്യൻ. 31st പറയുമ്പോൾ എല്ലാവരും നോക്കൂ. ഇത് NCERT ആണ്, പക്ഷെ കുറച്ച് ആലോചിക്കാനുണ്ട്, ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഈ കാണുന്ന ക്വസ്റ്റ്യൻ വേണ്ടി നമുക്ക് എന്താണ് നിങ്ങൾ ചെയ്യണം, ക്ലാസ് കാണാനുമാണ്. നോർത്തില്ല. ഇതേ ടൈപ്പുള്ളത് NCERT ബുക്കിലുണ്ട്, യെസ് ഉണ്ട്. പക്ഷെ നമ്മൾ നല്ലോണം പഠിക്കണം, എന്നാൽ മാത്രമാണ് ഈ ചോദ്യം ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ, അല്ലെങ്കിൽ എന്താണ് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നെക്സ്റ്റിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കുക എല്ലാവരും. സെക്ഷൻ ഡിയിലേക്ക് പോകുന്നു. സെക്ഷൻ ഡി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ മെനി ടേംസ്. നമ്മൾ ലൈവിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന അതേ കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഒരു മാറ്റവുമില്ല. ഡബിൾ ആൻസർ. എന്തുകൊണ്ട് ഡബിൾ ആൻസർ? അതുപോലെ നമ്മൾ എന്താണ് ക്ലാസ്സിനകത്ത് നല്ല വൃത്തിയിൽ കഴിഞ്ഞ വർഷം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇക്കൊല്ലവും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലവും ആയാലും ചോദ്യത്തിന്റെ പാറ്റേൺ മാറ്റുണ്ടാവില്ല. ഇക്കൊല്ലം എന്നാണ് മക്കളെ ഇതേപോലെ ചോദ്യം പ്രതീക്ഷിക്കാം. നമ്മൾ ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യമുണ്ട് AP-യിലത്തെ ലോഗ് മരത്തിൽ അടക്കി വെക്കാം, അത് AP ഫോം ചെയ്യുന്നു, അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതാണ് ഞാൻ AP കണ്ടതിൽ ഒരു നല്ല ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഒരു മാച്ചിക്കിന്റെ ഇങ്ങനെ വെക്കുന്നു, ആ ക്വസ്റ്റ്യൻ അത് കേസ് സ്റ്റഡി ആയിരുന്നു. അപ്പൊ നമുക്കറിയാം കേസ് സ്റ്റഡി ഒന്നും വരുന്നു. ഇതേ ടൈപ്പുള്ള കേസ് സ്റ്റഡി നമ്മൾ എന്താണ് പണ്ട് കാലങ്ങളിൽ ഡിസ്കസ് ചെയ്തിരുന്നതും ആണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രം പറയാനുള്ളൂ, കൃത്യമായിട്ട് സൈലത്തിന്റെ ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ ഇത്രകാലം ഒന്നും പഠിച്ചില്ലെങ്കിലും നമ്മൾക്ക് മാർക്കുകൾ വളരെ സിമ്പിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. കാരണം ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും സൊല്യൂഷൻ നമ്മൾ എന്താണ് പണ്ടേ മുതൽ തന്നെ ചെയ്യുന്നതാണ്. പണ്ട് മുതൽ തന്നെ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ആ കാണുന്ന സെയിം ക്വസ്റ്റ്യൻസ് വീണ്ടും എക്സാം പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നുകൊണ്ടിരിക്കുന്നു. സോ സൈലന്റ് ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടിക്കാണെങ്കിൽ വളരെ സുഖമായിട്ട് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ നിങ്ങൾ സ്വപ്നമായിട്ടുള്ള A1ലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതാണ് മക്കളെ നമ്മൾ ഈ നിമിഷം ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ക്ലാസ് കാണാം. ആ പറയുന്ന ക്ലാസ്സിനകത്ത് വർക്കൗട്ട് ചെയ്യുന്ന എല്ലാ പ്രോബ്ലവും നിങ്ങൾ ഒരു വട്ടം വർക്കൗട്ട് ചെയ്യാം. ജസ്റ്റ് വൺ ടൈം. ഒരു ക്ലാസ് കാണുന്നു, പഠിക്കുന്നു, ഒരു വട്ടം ഒറ്റയ്ക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി 100 MCQs, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൊത്തം 300 MCQ ആണ് നമ്മൾ സയൻസിന് വേണ്ടി മാത്രം ചെയ്യുന്നത്. മാത്സിന് വേണ്ടി 200 MCQs. ഇതിന് പുറമെ നമ്മൾ ഒരുപാട് വേറെ വെറൈറ്റി പ്രോഗ്രാംസ് ആയിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് നമുക്ക് എന്താണ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ചോദ്യമായിരുന്നുണ്ടായിരുന്നേ. പക്ഷെ ലെങ്തിയാണ്, വായിക്കാനുണ്ടായിരുന്നു. എന്നാൽ തന്നെ വായിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ ചെറിയ ആൻസർ, ഷോർട്ട് ആൻസർ ആണിത്. ലോങ് ആൻസറിൽ പെടുത്തേണ്ടതല്ല, ഷോർട്ട് ആൻസർ ആണ്. അടുത്തേക്ക് പോകുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ്. പറയേണ്ട കാര്യമില്ല,
നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സിനകത്ത് പണ്ട് മുതൽ തന്നെ നമ്മൾ സ്റ്റാറ്റിൽ ഡിസ്കസ് ചെയ്തത് ടൈപ്പ് അത് തന്നെയാണ്. എന്താ ക്ലാസ് ഇന്റർവൽ വരുന്നു, ഫൈൻഡ് മീഡിയൻ ആൻഡ് മീൻ. ഒരു ക്ലാസ് ഇന്റർവൽ തന്നിട്ട് ആ കാണുന്ന ഇന്റർവെലിന്റെ മീനും മീഡിയനും കണ്ടുപിടിക്കുക. കൃത്യമായിട്ട് ഫോർമുലയുണ്ട്, ആ കാണുന്ന ഫോർമുല ഉപയോഗിക്കുക, വളരെ സുഖമായിട്ട് ഈ മാർക്ക് നേടും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നെക്സ്റ്റ് വൺ, ഓക്കെ, ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം? നിവൃത്തിയില്ല, പഠിക്കുക തന്നെ വേണം. ഒരു നിവൃത്തിയില്ല, പഠിക്കുക തന്നെ വേണം. പക്ഷേ ഈ ചോദ്യം അല്ലെ മനസ്സിലാക്കാം, ഇത് NCERT ഉള്ള ടൈപ്പാണ്. ഇനി NCERT എക്സാമ്പിൾ നോക്കുമ്പോൾ ഇതേ ടൈപ്പ് ചോദ്യം നിങ്ങൾക്ക് NCERT ബുക്കിനകത്തും കാണുവാൻ വേണ്ടി സാധിക്കും. അതായത് ഓറൽ പറഞ്ഞു വരുമ്പോൾ ഓൾമോസ്റ്റ് സെക്ഷൻ BCD എന്ന് പറയുന്നത് NCERT ബുക്കിൽ നിന്നാണ് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. ഓൾമോസ്റ്റ് ഓൾ. ഞാൻ 100% NCERT പറയുന്നില്ല, NCERT അല്ല 100%. പക്ഷെ NCERT ക്വസ്റ്റ്യൻ നിന്നാണ് നമുക്ക് ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ടോട്ടൽ ആയിട്ട് വരുന്നത് 48 മാർക്സ് ആണ്. 48 മാർക്സ് ഫ്രം സെക്ഷൻ BCD. ഈ പറയുന്ന സെക്ഷൻ BCDയിലെ 48 മാർക്സില് നമുക്ക് അറൌണ്ട് വളരെ സുഖമായിട്ട് തന്നെ 30 ഒരു 4 മാർക്ക് ഒരു 39 മാർക്ക് 4 + 7 10 ഒരു 38 മാർക്സ് വളരെ സുഖമായിട്ട് നമുക്ക് എന്താണ് NCERT ബുക്കിൽ നിന്ന് തന്നെയാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഞാൻ എന്താ ചെയ്തേ? നിങ്ങൾ ചെയ്ത് NCERT ബുക്ക് ഒന്ന് പഠിക്കാം. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ. NCERT ബുക്ക് മൊത്തം പഠിക്കാൻ പോസിബിൾ അല്ല. കാരണം ഈ നിമിഷം NCERT ഫുള്ള് പഠിക്കൽ എങ്ങനെയാണ് പോസിബിൾ? എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? എല്ലാ ക്വസ്റ്റ്യൻ മാർക്ക് സാധിക്കുമോ? സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാ സൊല്യൂഷനും പറഞ്ഞുതരാൻ വേണ്ടി, നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലം പറഞ്ഞുതരാൻ വേണ്ടി, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്വസ്റ്റ്യനും പറഞ്ഞുതരാൻ വേണ്ടി ഒരാളുണ്ടെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം? പിന്നെന്തിന്? ഭയം അല്ല ഈ നിമിഷം വേണ്ടത്. ഈ നിമിഷം വേണ്ടത് ഹാർഡ് വർക്ക് മാത്രമാണ്. ഇനിയുള്ള ദിവസം കൃത്യമായിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാം. നിങ്ങളുടെ തീരുമാനം, ഈ ഒരു ചെറിയ തീരുമാനം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു, ഭാവിയിൽ നിങ്ങൾ എന്തായിത്തീരുന്നു എന്നതിലെ ഒരു തീരുമാനം. വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ ഒരു തീരുമാനം മാത്രം മതി. ജസ്റ്റ് വൺ യെസ്. ഇന്നു മുതൽ തന്നെ കൃത്യമായിട്ട് പഠിക്കും ഞാൻ. ഇന്നു മുതൽ തന്നെ കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സുകളും ഫോളോ ചെയ്യും. ഇന്നു മുതൽ തന്നെ കൃത്യമായിട്ട് എല്ലാ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യും. വളരെ സുഖമായിട്ട് തന്നെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്തുള്ള ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിട്ടുള്ള മാത്സ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാറും. നിങ്ങളുടെ മോഡൽ എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, ക്ലാസ് 10 CBSEയിൽ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് നേടി അടുത്ത കോഴ്സിലേക്ക് വളരെ സുഖമായിട്ട് തന്നെ നീങ്ങാൻ വേണ്ടി സാധിക്കും. മക്കളെ, സോ എല്ലാവരും എന്തായാലും ശൈലത്തിന്റെ 10 days സ്റ്റഡി ചാലഞ്ച് ഫോളോ ചെയ്യുക. ഈ പറയുന്ന 10 days സ്റ്റഡി ചാലഞ്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ സാധിക്കും. നിങ്ങൾ ഫുൾ A1 എന്ന് പറയുന്ന സ്വപ്നത്തിലേക്കും എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം സൈലം ലേണിംഗ്. മക്കളെ, ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന വീഡിയോന്റെ താഴെ പോസിറ്റീവ്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആവശ്യം? നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ആവശ്യം? നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് ആവശ്യം? എന്തും നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ പറയാം. എല്ലാ സൊല്യൂഷനുമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് വീണ്ടും വരും. സോ ബൈ, താങ്ക് യു ഓൾ, താങ്ക് യു.